വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLAയുടെയും DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും അറസ്റ്റ് തടഞ്ഞെങ്കിലും ഇരുവരും ഉടൻ ജില്ലയിലെത്തിയേക്കില്ല. 15-ാം തീയതി ഇരുവരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതുവരെ അറസ്റ്റ് പാടില്ലെന്നാണ് പോലീസിനുള്ള കോടതി നിർദ്ദേശം. എന്നാൽ 15-ാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നേക്കും. അതിനിടയിൽ ജില്ലയിലെത്തിയാൽ പോലീസിന് പ്രതികളെ നിരീക്ഷിക്കൽ എളുപ്പമാകും. അതിനാൽ ജാമ്യം ലഭിക്കും വരെ ഒളിവിൽ കഴിയാനാണ് ഇരു നേതാക്കൾക്കും കിട്ടിയ നിർദ്ദേശം. ഫൈസൽ എന്നോടൊപ്പം വയനാട്ടിലും ചേരുന്നു. ഫൈസൽ, എന്താണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള സ്ട്രാറ്റജി എന്താണ്? എന്തൊക്കെ പുതിയ വിവരങ്ങൾ ഈ കേസിൽ നിർണായകമാകുന്നത് പുറത്തു വരുന്നുണ്ട്? ഫൈസൽ കേൾക്കുന്നുണ്ടോ? ഫൈസൽ, എന്തൊക്കെ പുതിയ വിവരങ്ങൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്? രണ്ടാമത്തേത്, ഈ കോൺഗ്രസ് നേതാക്കൾ ജില്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? നിഷാദ്, നമുക്കറിയാൻ നിഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസം 15-ാം തീയതിയാണ് IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുവരെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ള കോടതിയുടെ വാക്കാൽ പരാമർശമുണ്ട്. ഇന്ന് ജില്ലയിൽ എത്തുമെന്ന് ആയിരുന്നു ഇന്നലെ IC ബാലകൃഷ്ണൻ MLA പറഞ്ഞിരുന്നത്. പക്ഷേ എന്നാൽ എത്താൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ ICയുടെ ഒരു പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം IC ബാലകൃഷ്ണൻ കൊടുത്ത ഒരു കത്ത് വലിയ വിവാദമായിരുന്നു. മകളുടെ നിയമനത്തിന് വേണ്ടി അർബൻ ബാങ്കിലേക്ക് ശുപാർശ കത്ത് നൽകിയെന്നതായിരുന്നു വലിയ വിവാദമായി മാറിയിരുന്നത്. ബത്തേരി നമ്പിക്കൊല്ലി സ്വദേശിയായ KV ബാലകൃഷ്ണന്റെ മകളുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു കത്ത് IC ബാലകൃഷ്ണൻ കൊടുത്തത്. പക്ഷേ ഈ KV ബാലകൃഷ്ണൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. വലിയ വിവാദമായിട്ടുണ്ട് ഇന്നലെ IC ബാലകൃഷ്ണൻ കൊടുത്ത കത്ത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഇത് പൂർണ്ണമായും മെറിറ്റിൽ കിട്ടിയ ഒരു ജോലി തന്നെയാണെന്നല്ലേ? അതെ, ഇത് നമുക്ക് കിട്ടിയത്, അതായത് 2015 നമ്മളെ പിന്നെ മനോരമ മാതൃഭൂമി പത്രത്തിൽ നമുക്ക് ഒരു പരസ്യം കണ്ടു. അർബൻ ബാങ്കിൽ ഇത്ര ഒഴിവുകളുണ്ട് എന്ന് പറഞ്ഞിട്ട്, ആ ഒഴിവ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ അർബൻ ബാങ്കിൽ എൻ്റെ മോളെ ഞാൻ അപേക്ഷ കൊടുക്കുകയും ചെയ്തത്. ആ അപേക്ഷയുടെ ഫലമായിട്ട് 2016 ഇതിൻ്റെ പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ വന്നു. റാങ്ക് ലിസ്റ്റിൽ ജനറൽ കാറ്റഗറിയിൽ 9-ാം നമ്പറും അതുപോലെ തന്നെ SC ST വിഭാഗത്തിൻ്റെ ഇതിൽ 1-ാം നമ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1-ാം നമ്പർ കാര്യമായിട്ടുള്ള എൻ്റെ മോളെയാണ് അന്ന് നിയമിക്കേണ്ടത്. പക്ഷെ അന്ന് നിയമിച്ചില്ല. അന്നത്തെ ഭരണസമിതി അത് നിയമിച്ചില്ല. അങ്ങനെ നിയമിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ SC ST ആയിട്ട് 1-ാം നമ്പർ വന്നിട്ട് പോലും നിയമിച്ചില്ല എന്നുള്ള രീതിയിൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ച് കാര്യങ്ങളെല്ലാം തിരക്കി കഴിഞ്ഞു. വിവരാവകാശം വെച്ചിട്ട് ഞാൻ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് എടുത്തു. ആ റാങ്ക് ലിസ്റ്റ് എടുത്തപ്പോൾ ഇങ്ങനെയാണ് കണ്ടത് എന്നുള്ളതിൽ ഞാൻ സഹകരണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ സഹകരണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിന് അർഹത ഉണ്ട് എന്നുള്ളത് അവിടെ നിന്നുള്ള ഒരിത് കിട്ടി. അങ്ങനെ അത് കിട്ടി. അപ്പോഴത്തേന് 2017 ആയി. അങ്ങനെ ഇന്ന് തരാം നാളെ തരാം എന്ന് അന്നും ഇതേപോലെ തന്നെ ആ രീതിയിൽ അങ്ങ് തട്ടി അവിടം വരെ കൊണ്ടുവന്നു. അങ്ങനെ 2018 നമുക്ക് ഇതേപോലെ JRന്റെ ഒരു കത്ത് കിട്ടി. ഇത് നിയമിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കത്ത് കിട്ടി, അനുകൂലമായിട്ടുള്ള കത്ത് കിട്ടി. ഇത് പിയൂൺ പോസ്റ്റിലേക്ക് ഇത് കിട്ടി. അങ്ങനെ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനിത് കുറച്ച് നാൾ പിന്നെ അത് ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇത് ശരിയാവില്ല എന്നുള്ള രൂപത്തിൽ വന്നപ്പോൾ പിന്നെ ഞാനൊരു എളിയ കോൺഗ്രസ് പ്രവർത്തകനാണ്. ജന്മം കൊണ്ടും ജനിച്ചു വീണത് തന്നെ കോൺഗ്രസ് കുടുംബത്തിലാണ്. ആ കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ ഞാൻ പിന്നെ ആരെടുത്താൽ പോകേണ്ടത്? ഞാൻ പോകേണ്ടത് പിന്നെ എൻ്റെ നേതൃത്വത്തിൻ്റെ അടുത്താണ് പോകേണ്ടത്. അന്ന് നേതൃനിലയിൽ നിൽക്കുന്നത് DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണനാണ്. അപ്പോൾ എനിക്ക് IC ബാലകൃഷ്ണൻ്റെ വീട്ടിൽ പോകേണ്ട സാഹചര്യം എനിക്കുണ്ടായി. കാരണം ഇത് അറിയിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഈ കത്ത് കൊണ്ടുപോയി IC ബാലകൃഷ്ണനെ കാണിച്ചു. ഇത് വായിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇത് നമ്മൾക്ക് കിട്ടേണ്ട ജോലിയാണ്, ഇത് കിട്ടിയേ പറ്റുള്ളൂ, ഇത് കിട്ടണം, അത് കിട്ടാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു കത്ത് തരാം, ആ കത്ത് കൊണ്ടുപോയിട്ട് സണ്ണി ഡോക്ടർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കത്ത് തന്നു. ഞാൻ കത്ത് വായിക്കാനൊന്നും പറ്റില്ല. മൂപ്പരെ അത് കത്ത് കവർ ചെയ്തു. അത് ഇത് ചെയ്തിട്ട് ഞാൻ അതേപോലെ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ വായിക്കാനോ പിടിക്കാനുള്ള ഇതിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സണ്ണി ഡോക്ടറെ കയ്യിൽ കൊടുക്കുക ചെയ്ത്. പിന്നെ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ കത്ത് കൊടുത്തു. എന്നിട്ടും ആ കത്ത് കൊടുത്തിട്ട് പോലും നമുക്ക് ആ ജോലി തന്നില്ല. ആ ജോലി പിന്നെയും നീട്ടിക്കൊണ്ടുപോയി. അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി 2019 അതിനുശേഷമാണ് ഞാൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നത്. ഈ വിവരാവകാശം വെച്ചിട്ടുള്ള ഇതിൻ്റെ എല്ലാ ഇതും വെച്ചിട്ട് JRന്റെ ഇത് വെച്ചിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്യുന്നത്. അങ്ങനെ കേസ് ഫയൽ ചെയ്തു. കേസ് നമുക്ക് അനുകൂലമായിട്ട് ഇത് വന്നു. JRന്റെ കോടതിയിൽ നിന്നും നമുക്ക് അനുകൂലമായിട്ടുള്ള ഇത് വന്നു. എന്ത് കാരണം കൊണ്ടാണ് ഈ ജോലി തരില്ല എന്ന് ബാങ്ക് പറഞ്ഞത്? നീട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം എന്തായിരുന്നു?
ഇവര് ആദ്യം നിയമിച്ചിട്ടുണ്ടാവും, നമ്മളെ ഇത് സംഭരണം മറികടന്ന് നിയമനം നടത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ നമുക്ക് ഇത് തരാണ്ട് വന്നത്. പക്ഷെ നമ്മൾ ചോദ്യം ചെയ്യില്ല, ഒരു പിന്നോക്കക്കാരനാണല്ലോ. പിന്നോക്കക്കാരൻ എന്ന നിലയിൽ ചോദ്യം ചെയ്യില്ല, കാരണം കാലാകാലങ്ങളിൽ ഇങ്ങനെ ആയിരിക്കും നടന്നിട്ടുണ്ടാകുക. പക്ഷെ ഞാനിങ്ങനെ പൊതുവായിട്ട് നടക്കുന്ന പറഞ്ഞാൽ എനിക്ക് എൻ്റെ ആ വിവരാവശ്യം വെച്ചിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നടത്തി. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നപ്പോഴാണ് ഞാൻ കേസുമായിട്ട് പോകേണ്ടി വന്നത്. എനിക്ക് കിട്ടാൻ പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ജോലി ഈ ജോലിയല്ല എനിക്ക് കിട്ടേണ്ട ജോലി, പിയൂൺ പോസ്റ്റാ എനിക്ക് ഇതാണ് കിട്ടേണ്ടത്, അല്ലാണ്ട് ഈ ജോലിയല്ല. പിന്നെ അതിനുശേഷമാണ് 2018 ശേഷം 2021 നമുക്ക് പിന്നെ ഇത് PDS-ലെ ഇത് വന്നിട്ടുള്ളത്. അതും ഇത് മനോരമ പത്രം, ഇത് മനോരമ മാതൃഭൂമി പത്രത്തിലെ ഇതാണ്. ഇതിൽ പിന്നെ ഒരു ഒഴിവ് SC/STക്കും ഒരു ഒഴിവ് ജനറൽ കാറ്റഗറിയിലുമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ബേസിട്ട് നമ്മൾ SC കാറ്റഗറിയിൽ വെച്ചിട്ട് നമ്മൾ അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ കൊടുത്തിട്ട് അന്നും പരീക്ഷ നടത്തിയപ്പോൾ എൻ്റെ മോള് 1ാം റാങ്ക് ലിസ്റ്റിൽ വന്നു. ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം 2021 എൻ്റെ മോള് അവരെ നിയമിക്കുക ചെയ്തത്. നിലവിലെ IC ബാലകൃഷ്ണൻ നൽകിയ കത്തും ഈ നിലവിലെ വിവാദവും മാറ്റി യാതൊരു ബന്ധവുമില്ല. ഇതിൽ IC തരുന്ന കത്തിനായിട്ട് യാതൊരു ബന്ധവും ഇതിൽ വന്നിട്ടില്ല. ഇതങ്ങനെയാണ് ഇതിൻ്റെ ഇതിൽ. അതിപ്പോൾ ഈ പത്ര ന്യൂസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ കത്തുമായിട്ട് യാതൊരു ബന്ധവും ഇതിലില്ല. അതിനുശേഷവും എൻ്റെ മോളെ പിരിച്ചുവിട്ടു. ഇതിലും പിരിച്ചുവിട്ടിട്ട് പിന്നെയും ഞാൻ ഹൈക്കോടതിയിൽ പോയിട്ടാണ് ഇപ്പോൾ എൻ്റെ മോള് കൽപ്പറ്റയിൽ കൽപ്പറ്റ ബ്രാഞ്ചിൽ ജോലി ചെയ്യുന്നത്. നിഷാദ്, അപ്പൊ അങ്ങനെയാണ് അത്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കത്തുമായി ബന്ധപ്പെട്ട് ഈ നിയമന കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് ആ കത്ത് കൊടുക്കപ്പെട്ട KV ബാലകൃഷ്ണൻ നമ്മോട് പറയുന്നത്. പൂർണ്ണമായി അവരുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർക്ക് ജോലി കിട്ടിയത്. ഈ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് ഈ കത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന് പൂർണ്ണമായിട്ട് പറയുകയാണ് KV ബാലകൃഷ്ണൻ. ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന കത്തുമായി ബന്ധപ്പെട്ട് അഴിമതിയുടെ സൂചനകളൊന്നുമില്ലെന്നും ശരിയാവണ്ണമുള്ള നടപടിക്രമങ്ങൾ മാത്രമേ ഇതിൽ നടന്നിട്ടുള്ളൂ, അർഹമായ പദവിയാണ് കിട്ടിയതെന്നും അതിന് സ്വാഭാവികമായ ഇടപെടൽ മാത്രമാണ് IC ബാലകൃഷ്ണൻ നടത്തിയതുമെന്നാണ് കോൺഗ്രസ് നേതാവ് കൂടിയായ ഇദ്ദേഹം ഇപ്പോൾ മീഡിയ വണ്ണോട് പറയുന്നത്. ഫൈസൽ, ഈ കാര്യത്തിൽ അദ്ദേഹം നൽകുന്ന വിവരങ്ങൾക്കകത്ത് പോലീസിനെ സംബന്ധിച്ചും ശരിയായ വഴി, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും ഇത്തരം ചോദ്യങ്ങളുണ്ടല്ലോ, അതിനകത്ത് പഴുതുകളില്ലാതെ വളരെ ക്ലാരിറ്റി ഉള്ള ഒരു റൂട്ട് നൽകാൻ ഇദ്ദേഹത്തിന് പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് നിഷാദ് വിജിലൻസ് നിലവിൽ പരാതി കൊടുക്കാൻ ഇദ്ദേഹം ഒരുങ്ങുകയാണ്. കാരണം പൂർണ്ണമായും എല്ലാ തരത്തിലുള്ള മെറിറ്റ് ഉണ്ടായിരിക്കെ നിയമനം വൈകിപ്പിച്ചതിൽ വിജിലൻസിന് പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് ഇദ്ദേഹം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന IC ബാലകൃഷ്ണൻ കോഴ വാങ്ങി, അല്ലെങ്കിൽ അത്തരത്തിൽ കോഴ വാങ്ങിക്കൊണ്ട് നിയമനത്തിന് കൂട്ടുനിന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന പല വിവരങ്ങളിലും ഇദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും IC ബാലകൃഷ്ണന് ബന്ധമില്ല എന്നുള്ളതിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ആ ഒരു നിയമന ഉത്തരവും അല്ലെങ്കിൽ കോടതിയിൽ നിന്നുള്ള ഉത്തരവ് കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിഷയത്തിൽ IC ബാലകൃഷ്ണൻ ഒരു തലത്തിലും IC ബാലകൃഷ്ണനെ പ്രതി ചേർക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഫൈസൽ വിവരങ്ങൾ നൽകിയത്. ഒരു വേള കൂടി.